പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. ICC ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിനിടെ വെള്ളം കുടിച്ച ഇന്ത്യൻ താരം മുഹമ്മദ് ഷമിയെ വിമർശിച്ച മുസ്ലിം പണ്ഡിതന്റെ വാക്കുകൾ ഇപ്പോൾ വലിയ ചർച്ചയായി മാറുകയാണ്. വ്രതമെടുക്കാത്ത ആരോഗ്യമുള്ളവർ ക്രിമിനലുകളാണെന്നാണ് അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് മൗലാന ഷഹാബുദ്ദീൻ റസ്വി പറഞ്ഞത്. ഷമി ദൈവത്തോട് മറുപടി പറയേണ്ടി വരുമെന്നും മൗലാന റസ്വി പറഞ്ഞു. हिंदुस्तान की एक मशहूर क्रिकेट शख्सियत मोहम्मद शमी साहब हैं। उन्होंने क्रिकेट के दरमियान पानी पिया या कुछ और चीज पी, दुनिया ने देखा उनको पानी पीते हुए, तो एक उनके जरिए से एक गलत पैगाम आवाम में गया और रोजा न रख करके उन्होंने गुनाह का काम किया। तो उनको ऐसा नहीं करना चाहिए और वो शरीयत की नजर में वो मुजरिम हैं और गुनहगार हैं। खुदा के यहाँ उनको जवाबदेह होना पड़ेगा. എന്നാൽ ഈ പരാമർശം വേദനാജനകമെന്ന് ഷമിയുടെ ബന്ധുവായ ഡോക്ടർ മുംതാസ് പ്രതികരിച്ചു. വിവാദങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല എന്ന് ഷമിയോട് പറഞ്ഞിട്ടുണ്ട്. കടുത്ത ചൂടിലാണ് ഈ മത്സരങ്ങൾ നടക്കുന്നതെന്ന് ഓർക്കണമെന്നുകൂടി ബന്ധു പറഞ്ഞു വെക്കുന്നു. काफी मुश्किल, इतने टेम्परेचर में 10 ओवर तो बहुत बड़ी बात है. एक ओवर फेंकना मुश्किल हो जाता है. जितनी स्पीड से फास्ट बॉलर बॉलिंग करता है, एक ओवर में ही सांस फूलने लगता है. ऐसे लोगों को शर्म आनी चाहिए. ये बेहूदी बातें नहीं बोलनी चाहिए उन लोगों को. और मुल्क के लिए, खेलने वाले के लिए ऐसे बात बोलने के लिए बहुत बड़े शर्म की बात है कि ऐसे लोगों को ऐसी बातें नहीं बोलनी चाहिए. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജോബി ജോർജ് ഉണ്ട്. ജോബി, ഒരു മത്സരം നടക്കുകയാണിപ്പോൾ. ഡോക്ടറും ബന്ധുവുമായ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ചൂട് കാലമാണ്. എത്രത്തോളം വെള്ളം കുടിക്കുക എന്നുള്ളതൊക്കെ ഒരു താരത്തെ സംബന്ധിച്ച് പ്രധാനമാണ് എന്നുള്ളത് ഡോക്ടർമാർ തന്നെ പറയുന്നതൊക്കെയാണ്. അതിനിടയിൽ വരുന്ന ഇങ്ങനെയൊരു മതപണ്ഡിതന്റെ പരാമർശം അതിനെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ആൾദൈവങ്ങൾ ഇവരുടെ തൊഴിലാണ് ഭക്തി കച്ചവടം. ലോകത്തെ 8 പ്രധാനപ്പെട്ട ടീമുകൾ മത്സരിക്കുന്ന ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലാണ് നടക്കുന്നത് എന്നറിയാം. ദുബായിൽ നടക്കുന്ന ഈ മത്സരങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുള്ള താരം ബൗളർ മുഹമ്മദ് ഷമി എന്ന ഫാസ്റ്റ് ബൗളറാണ്. ഓസ്ട്രേലിയക്കെതിരായ സെമി ഫൈനലിൽ മത്സരത്തിനിടെ ഷമി ഒരു എനർജി ഡ്രിങ്ക് കുടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഈ മത്സരം തത്സമയം സംപ്രേഷണം ചെയ്ത ചാനലിലൂടെ പുറത്തു വന്നിരുന്നു. അപ്പോൾ മുതൽ തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ വിമർശനം ഷമിക്കെതിരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ദൃശ്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ടാണ് മുസ്ലിം പണ്ഡിതന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ ഏതെങ്കിലും തരത്തിൽ ഇളവ് ഉള്ളത് അത് ആരോഗ്യം ഇല്ലാത്ത ആളുകൾ, അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ യാത്ര ചെയ്യുന്നവർക്കൊക്കെയാണ്. മുഹമ്മദ് ഷമി ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം അദ്ദേഹം ആരോഗ്യവാനാണ് എന്നുള്ളതാണ്. അങ്ങനെ ആരോഗ്യവാനായ ഒരു വ്യക്തി ഈ റംസാൻ വ്രതകാലത്ത് അനുഷ്ഠിക്കേണ്ടതിന് പകരം വെള്ളം കുടിക്കുന്നത് ലോകം മുഴുവൻ കാണുകയാണ്. അത് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ആരോഗ്യമുള്ള ഒരാൾ വ്രതം അനുഷ്ഠിക്കുന്നില്ല എങ്കിൽ അതൊരു ക്രിമിനൽ കുറ്റമാണ്. അയാളെ ഒരു ക്രിമിനലായി കണക്കാക്കേണ്ടി വരും. ദൈവത്തോട് ഇദ്ദേഹം മറുപടി നൽകേണ്ടി വരും എന്നിങ്ങനെയാണ് ഈ വിമർശനങ്ങൾ ഇദ്ദേഹം ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതേസമയം തന്നെ ഈ പരാമർശത്തെ അനുകൂലിച്ചും വിമർശിച്ചും നിരവധി പ്രതികരണങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. ഇപ്പോൾ ഷമിയുടെ ബന്ധു തന്നെ പറഞ്ഞതുപോലെ രാജ്യത്തെ പ്രതിനിധീകരിക്കുകയാണ് മുഹമ്മദ് ഷമി. ഇപ്പോൾ രാജ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഈ വലിയ ചൂടിൽ 10 ഓവർ പന്തെറിയുക, ഫീൽഡിൽ ഉണ്ടാവുക എന്നുള്ളത് ശാരീരികമായി വലിയ അധ്വാനം ആവശ്യമായി വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യം എന്താണ് എന്ന് മനസ്സിലാക്കാതെ ഇത്തരം വിവാദ പ്രസ്താവനകൾ നടത്തുന്നത് ശരിയല്ല. അത് കുടുംബത്തെയും ഷമിയെയും വേദനിപ്പിക്കുന്നതാണ്. കുരിശല്ലോ അവയുടെ കുരിശ് തന്നെയാണ്. അതേ തൊട്ട് കളിച്ചാൽ ഗീവർഗീസ് പുണ്യാളാണ്. ഷമിയോട് ഇത്തരം വിവാദങ്ങളെല്ലാം മറന്ന് കളിയിൽ ശ്രദ്ധിക്കൂ. നിർണായകമായൊരു മത്സരം ഫൈനൽ വരുന്നുണ്ട്. അതിൽ മികച്ച പ്രകടനം നടത്തി രാജ്യത്തിന് അഭിമാനമാകൂ എന്നൊരു സന്ദേശമാണ് കുടുംബം പറയുന്നത് എന്നാണ് ഈ ബന്ധു പറയുന്നത്. എന്തായാലും ഈ വിവാദത്തിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.